തസ്മിത് തംസം എന്ന കുഞ്ഞ് എവിടെയെന്നുള്ള ചോദ്യം ആരംഭിച്ചിട്ട് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരി തസ്മിത് തംസം കന്യാകുമാരിയിലെത്തിയതായുള്ള സ്ഥിരീകരണമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ഫോട്ടോ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിഞ്ഞു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കുട്ടിയെ കണ്ടിരുന്നതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിൽ തെരച്ചിൽ നടത്തുന്നതെന്നുമാണ് സ്ഥലത്തെത്തിയ കഴക്കൂട്ടം SI പ്രതികരിച്ചത്. കന്യാകുമാരിയിൽ വ്യാപകമായ തിരച്ചിലാണ് ആരംഭിച്ചിരിക്കുന്നത്. കേരള പോലീസ് കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവർമാരും മറ്റ് ഓട്ടോ ഡ്രൈവർമാരും തെരച്ചിലിന് സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. കൃത്യം 23 മണിക്കൂറായിരിക്കുന്നു തസ്മിനെ കാണാതായിട്ട്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പോലീസ് പരിശോധന നടത്തി. റെയിൽവേ സ്റ്റേഷനിലെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് ഇപ്പോൾ വ്യാപകമായി തിരച്ചിൽ നടത്തുന്നത്. കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മണിക്കൂറുകളായി ഈ കുഞ്ഞിനു വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും 2 ടീമുകളിലായിട്ടാണ് പോലീസ് സംഘം കന്യാകുമാരിയിലെത്തി കുട്ടിക്കായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ 9-നാണ് കഴക്കൂട്ടത്ത് നിന്ന് 13-കാരിയെ കാണാതായത്. വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങിയ കുട്ടി ട്രെയിൻ കയറി പോവുകയായിരുന്നു. നിലവിൽ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കുട്ടി കന്യാകുമാരിയിലെത്തിയതെന്നാണ് വിവരം. ഓട്ടോ ഡ്രൈവർമാരെ ഫോട്ടോ കാണിച്ചുവെന്നും അവർ തിരിച്ചറിഞ്ഞുവെന്നും റെയിൽവേ പോലീസും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ ഫോട്ടോ കണ്ട ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിഞ്ഞുവെന്നും പുലർച്ചെ 5:30 കുട്ടിയെ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടതെന്നുമാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞത്. ഈ ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴി നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ ഇന്നലെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ന് 5:30 വരെ കുഞ്ഞ് സുരക്ഷിതമായി ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതായത് ഇപ്പോൾ സമയം കൃത്യം 9:10 5:30 കുഞ്ഞിനെ കണ്ടു എന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നുണ്ട് എങ്കിൽ ഒരു രാത്രി മുഴുവൻ സുരക്ഷിതയായിട്ടുണ്ട് ഈ പെൺകുട്ടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ 9:10 വരെയുള്ള സമയം ആ കുട്ടി എവിടേക്ക് പോയി, എവിടെയാണ്, സുരക്ഷിതയാണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. കുട്ടി സുരക്ഷിതമായി തിരിച്ചെത്തുന്നതുവരെ കേരളത്തിന് മനസ്സമാധാനമുണ്ടാവില്ല. അത്രമാത്രം ആ കുഞ്ഞിനായുള്ള തിരച്ചിൽ നമ്മൾ വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യം 1 കിലോമീറ്റർ ദൂരമാണ് നമുക്കറിയാം കന്യാകുമാരി ബീച്ചിലേക്കുള്ളത്. അവിടങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. സ്റ്റേഷന് പുറത്ത് റോഡരികിലായിട്ടാണ് കുട്ടിയെ കണ്ടതെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞതെന്നും എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷന് സമീപത്ത് നിന്ന് കൃത്യം 1 കിലോമീറ്റർ തികച്ചില്ല കന്യാകുമാരി ബീച്ചിലേക്ക്. ഒരു പക്ഷേ കുട്ടി അവിടേക്ക് പോകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ബീച്ചുകളിൽ വ്യാപകമായി തിരച്ചിൽ നടത്തുന്നത്. അതുമാത്രമല്ല മനസ്സിലാക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിലും പരിശോധന നടത്തുന്നുണ്ട് പോലീസ്. സംശയം അവിടെയും നിൽക്കുന്നില്ല. കുഞ്ഞിന്റെ സഹോദരൻ ചെന്നൈയിലുണ്ട്. ആ സഹോദരന്റെ അടുത്തേക്ക് കുട്ടി പോകാനുള്ള സാധ്യതയുണ്ടോ അതും തള്ളുന്നില്ല. സാധ്യമായതെല്ലാം എല്ലാ മേഖലയിലും തിരച്ചിൽ നടത്തുന്നുണ്ട് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് രാവിലെ 5:30 ശേഷം ഏതൊക്കെ ട്രെയിൻ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നത് നോക്കി ആ ഭാഗത്തേക്കും വ്യാപകമായ തിരച്ചിൽ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. രാത്രിയിൽ സ്റ്റേഷനിൽ പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും കുഞ്ഞിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് റെയിൽവേ പോലീസ് അടക്കം പറഞ്ഞത്. പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിലും തിരച്ചിൽ വ്യാപകമായി നടത്തുന്നു. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞോ എന്നും അതോ മറ്റെവിടേക്കെങ്കിലും പോയോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമായത്, ലീഡായത് ഈ കുട്ടിയെ പാറശാലയിൽ നിന്ന് കണ്ട ഭബിത എന്ന വിദ്യാർത്ഥിനിയുടെ നിർണായകമായ മൊഴിയാണ്. ആ വിദ്യാർത്ഥിനി പകർത്തിയ ചിത്രമാണ് ഈ കേസിലേക്ക് എത്തിച്ചത്. കുട്ടി കന്യാകുമാരിയിൽ തന്നെയുണ്ട് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസിനെ എത്താൻ വളരെയധികം സഹായിച്ചത് ഭബിത എന്ന വിദ്യാർത്ഥിനിയുടെ ഒരു സംശയമാണ്. വിദ്യാർത്ഥിനിയുടെ ഓപ്പോസിറ്റായിട്ട് ഇരുന്ന 13 വയസ്സുകാരിയെ കണ്ട സംശയം തോന്നിയ ആ വിദ്യാർത്ഥിനി പകർത്തിയ ചിത്രമാണിപ്പോൾ
നമ്മളടക്കം സ്ക്രീനിൽ കാണുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സംശയം തോന്നിയ ചിത്രം, അതാണ് ആ പെൺകുട്ടി പകർത്തിയത്. അതിനുശേഷം നമ്മളോട് തന്നെ ബബിത സംസാരിക്കുകയുണ്ടായി, ന്യൂസ് 18നോട് ബബിത പ്രതികരിക്കുകയുണ്ടായി. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ TV തുറന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ചിത്രം, ഈ പെൺകുട്ടിയുടെ ചിത്രം മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഇത് തന്നെയാണല്ലോ താൻ പകർത്തിയ പെൺകുട്ടിയുടെ ചിത്രം എന്ന് സംശയം തോന്നിയപ്പോഴാണ്, അത് ഉറപ്പിച്ചതിന് ശേഷമാണ് ബബിത അത് പോലീസിന് അയച്ചു കൊടുത്തത്. അപ്പോഴാണ് ഈ പെൺകുട്ടിയെ തന്നെയാണ് കാണാതായതെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസും എത്തിയത്. എന്തായാലും തിരച്ചിൽ അത് വ്യാപകമായി നടത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ കുടുംബം, തസ്മീദിന്റെ കുടുംബം കേരളത്തിലെത്തിയിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കേരളത്തിലേക്ക് ജീവിക്കാനുള്ള മാർഗം തേടി, ജോലി തേടി എത്തിയ കുടുംബമാണ് ഈ പെൺകുട്ടിയുടേത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസം, 20-28 ദിവസമായി മാത്രമായിട്ടേ ഉള്ളൂ ഈ പെൺകുട്ടി കേരളത്തിലെത്തിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനും പെൺകുട്ടിക്കും ഒന്നും വലിയ പരിചയമില്ല. ഈ നാട്, തമിഴ്നാടും പരിചയമില്ല, കേരളവും പരിചയമില്ല. പക്ഷേ ചെറിയൊരു വഴക്കിന്റെ പുറത്ത് പോയതാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന്. വലിയ വിഷമത്തോടു കൂടിയുള്ള, കണ്ണീരോട് കൂടിയുള്ള ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം അടക്കം നമ്മൾ കേട്ടതാണ്. കുട്ടി ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നിട്ടില്ല, ഇതിനു മുൻപ് ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല പെൺകുട്ടി എന്നടക്കം കുഞ്ഞിന്റെ മാതാപിതാക്കൾ പ്രതികരിക്കുകയുണ്ടായി. 23 മണിക്കൂർ പിന്നിടുമ്പോഴും ആ കുഞ്ഞിനെ സുരക്ഷിതമായി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബം മാത്രമല്ല, ഇപ്പോൾ കേരളം ഒന്നാകെ ആ കുഞ്ഞ് സുരക്ഷിതയായി കുടുംബത്തിന്റെ കൈകളിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. നമുക്ക് നേരത്തെ നമ്മളോട് പ്രതികരിച്ച ബബിതയുടെ പ്രതികരണം, ബബിതയാണ് ഈ കേസിലെ നിർണായകമായ സാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിർണായകമായി ലീഡ് നൽകിയത് ബബിതയാണ്. ബബിതയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങള് തമ്പാനൂരിന്ന് ട്രെയിന് കയറി നെയ്ത്തിങ്ങിരിയിൽ ഞാൻ ഇറങ്ങി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ കുട്ടി ഇരിക്കുന്ന ട്രെയിൻ ഇരിക്കുന്ന കണ്ടു, കരയുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പൊ എനിക്ക് എന്തോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് തോന്നി, അങ്ങനെ വെച്ചിരുന്നാണ്. ലുക്ക് വേഷധാരണം കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെ തോന്നി, അങ്ങനെ എടുത്തതാണ്. കരയുന്നുണ്ടായിരുന്നു, പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നു. അവളെ കാണുമ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ട്രെയിൻ ഇതിന് മുന്നേ ശീലിച്ചിട്ടുണ്ട്, സ്ഥിരം വന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ വസ്ത്രധാരണം മാത്രം പെട്ടെന്നെന്തോ ഇറങ്ങി വന്നതുപോലെ തോന്നിയതേ ഉള്ളൂ. അല്ല, നല്ല ധൈര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോ ഞാൻ കരുതിയില്ല ഇങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും, സ്ഥിരം പോയി വരാറുള്ള ഒരു കുട്ടി എന്നാണ് ആദ്യം കരുതിയത്. ചിലപ്പോ വീട്ടിൽ നിന്നെല്ലാം പിണങ്ങി വന്നതായിരിക്കുമോ, അറിയാന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ പോകുന്നതായിരിക്കും, അങ്ങനെയാണ് എടുത്തത്. എനിക്കറിയത്തില്ല. ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. കുട്ടി അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നില്ല. ഞങ്ങൾ 3 പെൺകുട്ടികൾ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും ചോദിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ മുഖത്ത് കൂടി നേരെ നോക്കിയില്ല, അങ്ങനെ ദൂരെ നോക്കി ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ആദ്യം ഒരു സീറ്റ് ഇരുന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഇരുന്നതാണ്. പിന്നെ വന്നു അപ്പോ അവൾ അവിടെ ഇരിക്കുന്ന കണ്ടു. കൂടെ ഇരുന്ന ഫ്രണ്ടാണ് പിന്നെ പറഞ്ഞത് അവൾ അവിടെ നിന്നാണ് കയറിയത്, നമ്മുടെ കൂടെ കയറിയ കുട്ടിയാണെന്നാണ് അവള് പറഞ്ഞത്. 40 രൂപ അവളുടെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ടിക്കറ്റ് കൂടെ കയ്യിലുണ്ടായിരുന്നു, ബസ്സിന്റെ ടിക്കറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒരു പേപ്പർ കൊണ്ടും പിന്നെ ഒരു 40 രൂപ നല്ല ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു പൈസ. അത് ആ ഫോട്ടോയിലും ഉണ്ട് കറക്റ്റ് ആയിട്ട്. ബാഗ് കയ്യിലുണ്ടായിരുന്നു, പൊടിയൊക്കെ ആയിരുന്നു ബാഗ്. എവിടെയോ വീണിട്ട് എഴുന്നേറ്റ പോലെ ബാഗ് മൊത്തം പൊടിയായിരുന്നു. നോർമലി എക്സ്പ്രസ് വരുന്നത് 12:30-ക്കാണ്, പക്ഷെ അന്ന് വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയി. ഒരു മണിയായി തമ്പാനൂർ എത്തിയപ്പോ തന്നെ. പിന്നെ ഒരു 1:30-ക്കിടയിൽ ട്രെയിൻ എടുത്ത് ഞാൻ നെയ്ത്തിങ് ഇറങ്ങുകയും ചെയ്തു. ഇതിനിടയിലായിരുന്നു കണ്ടത് സംഭവം. ഇവിടെ നല്ല കാറ്റായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് യൂട്യൂബിൽ നോക്കിയപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല. അപ്പൊ എനിക്ക് തോന്നി എന്റെ കയ്യിലിരുന്ന കുട്ടിയല്ലേ. അങ്ങനെ ഞാൻ വിളിച്ചതാണ് പോലീസിനെ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ മൊഴി നൽകിയ ബബിതയാണ് ഇപ്പോൾ ബബിതയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. തസ്മിത് എവിടെ എന്നുള്ള ചോദ്യം 23 മണിക്കൂറായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ആ കുഞ്ഞിനെ പാറശാലയിൽ വെച്ച് കണ്ടു എന്ന നിർണായകമായ മൊഴി, നിർണായകമായ വിവരം, നിർണായകമായ ചിത്രം പോലീസിന് കൈമാറിയത് ബബിതയാണ്. ബബിത കൃത്യമായി പറയുന്നുണ്ട് 40 രൂപ മാത്രമേ ആ കുഞ്ഞിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അത്തരത്തിൽ 40 രൂപയുമായി വീട് വിട്ടിറങ്ങി, അല്ലെങ്കിൽ പിതാവ് പറയുന്നു 50 രൂപയുണ്ടായിരുന്നു. സ്വാഭാവികമായും എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചതാകാം. അതിനുശേഷം 40 രൂപ മാത്രമേ ആ കുഞ്ഞിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ചുരുട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു കയ്യിലെന്ന് പറയുന്നു. ആ 40 രൂപയും വെച്ച് ഈ കുഞ്ഞിന് എവിടെ വരെ പോകാനാകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കന്യാകുമാരിയിൽ മാത്രം നിർത്തുന്ന ട്രെയിനാണ്. അപ്പോൾ സ്വാഭാവികമായും കുഞ്ഞ് കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ടാകും എന്നുള്ള നിരീക്ഷണത്തിലേക്ക് ഇന്നലെ പോലീസ് എത്തി. ഇന്നിതാ രാവിലെ ആകുമ്പോഴത്തേക്ക് 5:30 ആകുമ്പോഴത്തേക്ക് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു ഞങ്ങൾ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ രാവിലെ വരെ ഈ കുഞ്ഞ് സുരക്ഷിതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം 5:30-ക്ക് ശേഷം ഈ കുഞ്ഞ് എവിടേക്ക് പോയി എന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ
വ്യാപകമായ തെരച്ചിൽ നടത്തുന്നത്. സാധ്യമായ എല്ലായിടത്തും പരിശോധന നടത്തുന്നുണ്ട് തമിഴ്നാട് പോലീസും കേരള പോലീസും. ഊർജിതമായിട്ട് തന്നെ അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനമായി ബബിത പറയുന്നു, കുട്ടിയെ കണ്ട സമയത്ത് ഒരു സംശയം തോന്നി, കരഞ്ഞിരിക്കുകയായിരുന്നു, പക്ഷേ അവൾ ഭയങ്കര ബോൾഡാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു എന്ന് ബബിത പറയുന്നുണ്ട്. ഒരുപാട് തവണ ട്രെയിനിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ഒരു പെൺകുട്ടിയായിട്ട് തോന്നിയെന്ന് ബബിത പറയുന്നു. പക്ഷേ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് അവൾ ഒറ്റയ്ക്ക് ട്രെയിനിൽ, തസ്മിത് ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അവൾക്ക് ട്രെയിൻ പരിചയമില്ല, ഈ നാട് പരിചയമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് തസ്മിതിന്റെ കുടുംബം. ഏറ്റവും പ്രധാനമായി ഇന്നലെ അമ്മ ഈ കുഞ്ഞെ തസ്മിതിനെ ശാസിച്ചിരുന്നു. ഇളയ കുഞ്ഞുമായി വഴക്കിട്ടതിനെ തുടർന്നാണ് അമ്മ ശാസിച്ചത്. അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്താണ് ഈ കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കുട്ടി ഒരിക്കലും ഇതിനു മുൻപ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് കുഞ്ഞിന്റെ കുടുംബം. നമുക്ക് ആ തസ്മിതിന്റെ അമ്മയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. वो बच्चा फोन करके बोल रहा है माँ दीदी मेरा मार रहा है, पिट रहा है। मैं बोल रहा है मैं तो ड्यूटी में, तुम रूम पर ताको, मोबाइल से पिस कर देखो, रूम में ताको, मारपीट मत करो। तुरंत बाद आबार फोन किया, माँ दीदी मेरे मार के मुंह तेजुला दिया। तो मैं इधर आया दोनों को 2 थप्पड़ लगाया। वो लड़की मेरा साथ काम पे लिए गया और बड़ो वाला लड़की और छोटा लड़की रूम में था। मैं तो और कुछ मालूम नहीं, मैं तो ड्यूटी में गया था। बाद 1 बजे आया खाना खाने के लिए, आया तो नहीं, रूम में नहीं मिला। वो लड़की बोल रहे, वो छोटा वाला लड़की वो बोल रहे दीदी कहाँ गया था, मुझे मालूम नहीं। और तब पापा और मैं ढूंढ रहा था, नहीं मिला। तो बाद पुलिस स्टेशन गया था, मैं बोल रहा था मेरा लड़की घूम गया, मेरा लड़की कोई नहीं मिला। वो पुलिस मेरा साथ दिया तो कुछ अब अभी मिला नहीं, वो बात है और कुछ नहीं। पुलिस तो ढूंढ रहा है, बोल रहे टेंशन मत लो, हमारा केरला मीडिया पुलिस सब साथ में है, तुम्हारा बच्चा मिल जाएगा। और बोल रहा है यार कुछ नहीं, कोई जानकारी नहीं है। मैं तो 1 महीना हुआ ये आया, केरला में आया 1 महीना हुआ। इसको 2 थप्पड़ लगाया, इसको 2 थप्पड़ लगाया। बाद इसको लोके गया, बड़ा वाला बेटे या छोटा वाला बेटे रूम पे रख के गया था। बेटे में गया था, खाने के टाइम में 1 बजे आया था, रूम पर नहीं। छोटा वाला बेटे बोल रहा है दीदी किधर गया मालूम नहीं है मेरे को, इधर नहीं गया मालूम नहीं किधर गया, मेरे को अकेला रूम पर छोड़ गया था। यही सही बात है, ये कोई बात नहीं है। पुलिस में मैं गया था, गया बोला ऐसा था मेरा बेटी गुम हो गया, क्या करेगा, कौन ढूंढ के देगा, रुको बोल करेगा। घूम तो रात में गया था। सुबह 4 बजे 7 मिनट में मेरे को एक सर बोला था एक फोटो भेज रहा हूँ, चेक कर लो, आपका बेटी है क्या, देख लो। मुझे बोला भेजो, मैं देखेगा। तो फोटो भेजा, मैं देख के वो बोल दिया तो मेरा बेटी है, मैं बोल दिया मैं ये मेरा बेटी है, ओके मेरा बेटी है। आप ऐसा നമ്മൾ ആ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. അതിൽ അമ്മ കൃത്യമായി പറയുന്നുണ്ട്, അനിയത്തിയുമായി സഹോദരിയുമായി വഴക്കിട്ടതിനെ തുടർന്ന് രണ്ടുപേരും വഴക്കിട്ടിരുന്നു. അതിനുശേഷം അമ്മ കുഞ്ഞിനെ ശാസിച്ചിരുന്നു. അവർ സാധാരണ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോകാറ്, കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് പോകാറ്. അതായിരുന്നു അന്നും സംഭവിച്ചതെന്നാണ് പറയുന്നത്. പോയ സമയത്താണ് കുട്ടി ഇറങ്ങിപ്പോയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഇതുവരെ അങ്ങനെ വീടിന് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന പതിവില്ല എന്നാണ് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. അവസാനമായി അവർക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം ആ കുഞ്ഞിന്റെ ഫോട്ടോയാണ്. ആദ്യമായാണ് കുട്ടി ഇങ്ങനെ ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകുന്നതിന് മുൻപ് ട്രെയിനിലിരിക്കുന്ന ഫോട്ടോ പോലീസ് അയച്ചു തന്നത് മാത്രമാണ് ഒരു ആശ്വാസമെന്നും ആ അച്ഛൻ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തങ്ങൾക്ക് വലിയ വിഷമമുണ്ട്, വേദനയുണ്ട് മകളെ കാണാത്തതിൽ നിന്നൊക്കെ ആ അച്ഛൻ ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായി. നമുക്കറിയാം, കൃത്യം വളരെ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഈ കുടുംബം
കേരളത്തിലെത്തിയിട്ട് തസ്മിദിനെ സ്കൂളിൽ ചേർക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇതുവരെ. കാരണം അതിനുള്ള സമയം ആകുന്നതേയുള്ളൂ. അവർ അതിനുള്ള ശ്രമത്തിലായിരുന്നു എന്ന് പറയുന്നു. സ്കൂളിൽ പോലും ചേർത്തിട്ടില്ല. കുട്ടികൾ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടികൾ 3 കുട്ടികളുണ്ട്. ഈ 3 കുട്ടികളും വീട്ടിൽ ഇരിക്കുകയാണ് പതിവ്. വീടിന് പുറത്തേക്ക് പോലും ഒറ്റയ്ക്ക് പോകാറില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. ആ കുഞ്ഞാണ് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കേരളം വിട്ട് തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കന്യാകുമാരിയിൽ കുഞ്ഞ് ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിനാണ് ഇപ്പോഴും പരിശോധന പോലീസ് നടത്തുന്നത്. എം ജി മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. അതിനു മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്, നമ്മുടെ സ്ക്രീനിൽ കൃത്യമായി ആ കുഞ്ഞിന്റെ ഫോട്ടോ കാണുന്നുണ്ട്. തസ്മിത് എവിടെയെന്നുള്ള ചോദ്യമുണ്ട്. 2